ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഒന്ന് രണ്ടടുപ്പിലാണ്ട് തീ കൂട്ടിയിട്ടാ. അപ്പോൾ ഗ്യാസ് പെട്ടെന്നാണ്ട് തീർന്നപ്പോഴേ അപ്പോൾ പിന്നെ വേഗം അടുപ്പത്ത് വിറകൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ രണ്ടടുപ്പത്തോണ്ട് കത്തിച്ച്. അപ്പം ഇന്ന് റവയുടെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ എല്ലാ പാത്രങ്ങളൊന്നും അടുപ്പത്ത് വെച്ചില്ലല്ലോ. അപ്പോൾ പിന്നെ അടുപ്പത്ത് വയ്ക്കുന്ന പാത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളെന്ത് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ കുറച്ച് പരിപ്പും കുറച്ച് ഉഴുന്നും ഒക്കെ 2 വറ്റൽമുളകൊക്കെ കടുക് പൊട്ടിയതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊക്കെ മൂത്ത് വരുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പുമാവും പപ്പടമാണ് കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ പപ്പടമാണ്. ഇതോടുകൂടി ഓണത്തിൻ്റെ പപ്പടം കഴിഞ്ഞിട്ടാണ്. സ്പെഷ്യൽ പപ്പടമായിരുന്നു ഓണത്തിന്. പിന്നെ എന്താണ് കൂട്ടുകാർ, മിക്ക ആളുകളിൽ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, പക്ഷേ കമൻറ്റ് ഇടാൻ എനിക്ക് പറ്റണില്ല കേട്ടാ. എല്ലാവർക്കും ചിലർക്കൊക്കെ ഉണ്ടാ പ്രശ്നം എന്നാൽ ചിലർക്കേ ഉള്ളൂ കേട്ടാ. ചില ആളുകൾക്കൊക്കെ. അപ്പം ഞാൻ വീഡിയോ കാണുന്നുണ്ട്, ലൈക്ക് ഇടുന്നുണ്ട് കേട്ടാ. അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യട്ടാ. നമ്മളെ ചേർത്ത് പിടിക്കുക. അപ്പം നമ്മൾ റവ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റവ കേട്ടോ. റവ അങ്ങനെ വറുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗ്യാസാണ്ട് തീർന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് നാളികേരം ഇട്ടാൽ നമ്മളെ ഉപ്പുമാവിൻ്റെ പണി കഴിഞ്ഞിട്ടാണ്. പിന്നെ അയിലയാണ് കറി. അപ്പോൾ അയിലൊക്കെ ഞാൻ എടുത്തിട്ടൊന്ന് ഫ്രീസറിൽ നിന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ എന്താണ്, എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ആഘോഷങ്ങളൊക്കെ. പിന്നെ ഞാൻ ഇന്നലെ ഒന്ന് വീട്ടിൽ പോയിരുന്നിട്ടാണ്. അപ്പോൾ മാത്തവും ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ അവൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പോയി. അപ്പോൾ എൻ്റെ ചേച്ചിയും 2 ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നിട്ട് അവിടെ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മറ്റേ എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ ഭർത്താവാണ് മരിച്ചതെന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ കഴിഞ്ഞ വിഷുവിന് 2ാം വിഷുവിൻ്റെ അന്ന് എൻ്റെ വീഡിയോയിലുണ്ട് കേട്ടോ. അവർ ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു, ആ ചേട്ടനും ചേച്ചിയൊക്കെ. അപ്പോൾ പ്രാവശ്യത്തെ ഓണാകുമ്പോഴേക്ക് മരണപ്പെട്ടു. എന്താ ചെയ്യല്ലേ. അപ്പം നമ്മൾ നാളികേരമൊക്കെ വറുത്ത് നമ്മളെ കറിയൊക്കെ കലക്കി വെച്ച്. അപ്പം ഞാൻ പുളിങ്ങിയല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേനൽക്കാലത്ത് ഉണക്കി വെച്ചതാണ്. മാങ്ങ പൂണ്ടിട്ട് ഉണക്കില്ലേ, മാങ്ങാത്തോല് എന്ന് പറയും. അപ്പം അങ്ങനെ നല്ല ഇഴുകി ഇരിക്കുക കേട്ടോ. അപ്പം എനിക്ക് തോന്നി എന്നാൽ കറിയിലിടാലോന്ന്. അപ്പോൾ അത് കഴുകി മുറിച്ചിട്ട് അത് ഞാൻ കറിയിലിട്ട് കൊടുത്ത്. പിന്നെ മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കറിയൊക്കെ ഒരു മാതിരി ഒക്കെ ആയി വന്നപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നല്ല കുഞ്ഞുള്ളി അരിഞ്ഞിട്ടൊന്ന് താളിക്കണം. അപ്പോൾ നല്ല അയില, വലിയ അയില ആയതുകൊണ്ട് തന്നെ നല്ല രുചിയുള്ള ഒരു കറി ഇരുന്നിട്ടാ. പിന്നെ ഈ മാങ്ങാത്തോലാണല്ലോ നമ്മൾ ചേർത്തില്ല, പുളിങ്ങിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു രുചി തന്നെ ഇരുന്നിട്ടാ. അങ്ങനെ കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് നമ്മളെ കറിയൊക്കെ ഒന്ന് താളിച്ച്. അപ്പോൾ നമ്മളൊരു ഫൈനൽ ലുക്കാട്ടാ കറിയുടെ. മീനൊന്നും ഉടയാതെ നല്ല സൂപ്പറായിട്ടുള്ളൊരു ചാറാക്കി വെച്ചിട്ടാ. അപ്പോൾ നാളെ കടിയിലേക്കും കൂടി എടുക്കാമല്ലോ. പത്തിരിയൊക്കെ ഉണ്ടാക്കിയാൽ, കട്ടിപ്പത്തിരി ഉണ്ടാക്കിയാൽ അതിലേക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓണത്തിൻ്റെ പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റൊക്കെ തട്ടി കൊട്ടിയെടുത്ത് മുറിച്ച് വെച്ചതാട്ടാ. ഒരു ബീട്രൂട്ട്, ഒരു കഷ്ണം കയ്പ്പക്ക, ഒരു 4-5 കോവയ്ക്ക, അതൊക്കെ കൂടി അരിഞ്ഞ് കുറച്ചധികം തന്നെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കടുകൊക്കെ പൊട്ടിയതിൻ്റെ ശേഷം കറിവേപ്പിലയും ഇതൊക്കെ കൂടി ചേർത്ത് കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നാശാക്കി കളയണ്ടല്ലോ. വെന്ത് കിട്ടിയ എങ്ങനെയൊക്കെ കഴിച്ചു പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഉപ്പേരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കോല് നാശമായി ഉണ്ടാകുന്നിട്ട് അതൊക്കെ തുടയ്ക്കുന്നത്. അപ്പോൾ ഒരു കോല് വാങ്ങിയിട്ടാണ്. അപ്പോൾ ഈ റിബൺ പോലത്തെ നല്ലതാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടാ. അപ്പോൾ ഞാൻ 150 രൂപ കേട്ടാ. ഞാൻ സാധാ 120 രൂപയുടെയൊക്കെ ഒരു സാധാ കോല മേടിക്കൽ. പക്ഷേ ഇത് വെള്ളത്തിലാണ് ഇട്ട് 4 കുത്തൽ കുത്തിയപ്പോൾ ആകെ വെള്ളം ചോന്നിട്ടാ. പിന്നെ ഊരുമ്പോൾ ചോന്ന വെള്ളം വേണ്ടതിലാ തോന്നുട്ടാ. എന്നാണ് ആ കളറൊക്കെ ഒന്ന് പോയി കിട്ടുക. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ കൂട്ടുകാർ നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് ഞാൻ ഒഴിവാക്കലില്ല കേട്ടോ കഴിയുന്നതും. അപ്പോൾ എന്നോട് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഓണപ്പാട്ട് ആവാ എന്നൊക്കെ കേട്ടോ. ഓണമല്ലേ, ഒരു ഓണപ്പാട്ട് പാടാനൊക്കെ. പക്ഷേ ഈ ചുമയും കഫക്കെട്ടുമായിട്ട് തീരെ എനിക്ക് ഒരു ശബ്ദമൊക്കെ ആകെ ഇതായിട്ടുണ്ടായിരുന്നല്ലോ.
ഇപ്പോഴും മുഴുവനുണ്ടായിട്ടില്ല. എന്നാലും ഞാൻ അടുത്ത ദിവസം തന്നെ ഞാൻ ഒരു ഓണപ്പാട്ടായിട്ട് ഞാൻ വരാട്ടാ. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കട്ടാ. അങ്ങനെ തുണികളൊക്കെ കഴുകി അതൊക്കെ മറ്റേത് വെയിലില്ലാത്തപ്പോൾ ഞാൻ അങ്ങനെ മേലേക്ക് കൊണ്ടുപോവുക ചെയ്യട്ടെ. അവിടെ നല്ല വെയിലാണ്. അപ്പോൾ ഇത് ഞാൻ പുറത്തന്നെ വെയിലുണ്ടല്ലോ അപ്പോൾ പിന്നെ പുറത്തന്നെ താഴെ തന്നെ മുൻവശത്ത് അയക്കലുണ്ട് കേട്ടോ. അതുമേലൊക്കെ ഒന്ന് ഇട്ടിട്ട് ഉണക്കിയെടുക്കുകയാണ്. പിന്നെ ലാസ്റ്റ് ഉണങ്ങാത്ത എന്തെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ പിന്നെ അതാണ്ട് മേലേക്ക് കൊണ്ടുവിടും. അത് മേലേക്ക് തുണികളൊക്കെ ആയിട്ടാണ് കയറി പോകാനുള്ള മടി കൊണ്ടാട്ടാ. മേലെന്ന് പിന്നെ വാഷിംഗ് മെഷീനിൽ തുണി ഇടുകയെന്ന് വെച്ചെങ്കിൽ പിന്നെ അവിടെ നിന്ന് തന്നെയാണ് വേഗം ആണ്ട് എടുത്തിട്ടു. പിന്നെ അപ്പൂനെ രാവിലെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഓൻ്റെ തിന്നലും കടി എന്തെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ അതാ കൊടുക്കുക. ഓന് നിർബന്ധമാട്ടാ രാവിലെ. ചോറൊന്നും രാവിലെ കൊടുക്കലില്ല. അപ്പോൾ ഓൻ വലിയ ചെക്കനായിട്ടാണ് എത്രങ്ങാ വേഗം വലുതായി വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ തിന്നലും ഓൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഓനൊരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും മേലേക്ക് കയറ്റുവിട്ടാ. പിന്നെ ഓനൊരു ഉറക്കാട്ടാ. മുൻവശത്ത് കെട്ടിയാൽ പിന്നെ ഓൻ ഉറങ്ങില്ല. പിന്നെ ഒന്ന് സുഖമായിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങുക. ജോലിനപ്പോൾ പുറത്തന്നെ അവിടെ ആദ്യം കെട്ടിയിരുന്ന അവിടെ തന്നെ കെട്ടട്ടാ. അപ്പോൾ ഓളെ ഇറക്കില്ല ടൈലിട്ട് അവിടെ അങ്ങനെ കിടക്കൂട്ടാ. അപ്പം നമുക്ക് കറിവേപ്പിനെ എങ്ങനെ ഈ ചൂടിൽ നിന്നും ഈ വെള്ളത്തിൽ നിന്നൊക്കെ എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ള എന്നിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ തടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. അപ്പോൾ കുറേ കല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂട്ടിയിട്ടിട്ട്. അപ്പോൾ ഞാൻ ആ കടയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു 1/4 ചാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. സവോളയുടെ തൊലി ബേക്കറിയിൽ നിന്ന് കൊടുത്തതാണ്. അതായിരിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്യുകയാണ് വെച്ചെങ്കിൽ നമ്മൾക്ക് ഇനിയിപ്പോൾ ചൂടൊക്കെ അല്ല ആവുക. ഇനി മഴ പെയ്യുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ അതല്ല നല്ല മഴ പെയ്ത് വെള്ളം നിൽക്കുകയൊക്കെ വെച്ചെങ്കിലും നമുക്ക് വേപ്പിന് കേടഞ്ഞ്. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ നമുക്ക് വേപ്പിനെ സംരക്ഷിച്ചെടുക്കട്ടെ. അതേപോലെ ചെയ്തുകൊണ്ട് വെച്ചെങ്കിൽ അപ്പോൾ ആ സവോളയുടെ തൊലിയൊക്കെ ഞാൻ ഒന്ന് മൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം. എന്നിട്ട് ഈ പ്രാവശ്യം തെങ്ങിൻ്റെ കടയൊന്നും തുറന്നില്ലല്ലോ. അപ്പോൾ ആ തെങ്ങിൻ്റെ കടയ്ക്ക് തന്നെയാണ് ചേട്ടാ ഞാൻ മണ്ണ് വെട്ടിയിടുന്നത്. ആ മണ്ണങ്ങനെ വെട്ടിയിട്ടിട്ട് ഒരു പൊലി പോലെ ആക്കുക കേട്ടാ. പിന്നെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഒരു ലൈക്കൊക്കെ ചെയ്യാട്ടാ. നമുക്കൊരു ലൈക്കൊക്കെ തരീ. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക കേട്ടാ. അപ്പോൾ ഇതേപോലെ മണ്ണ് വെട്ടിയിട്ടിട്ട് ഇങ്ങനെ മണ്ണ് കൂന പോലെ മണ്ണ് പൊലിയാക്കി എടുക്കുക കേട്ടാ. മുന്നെയൊക്കെ ഇങ്ങനെ ചില തെങ്ങുകൾക്കൊക്കെ ഇതേപോലെ മണ്ണ് കൂന കൂട്ടിയിട്ട് പൊലിയെടുക്കും അല്ലേ, കണ്ടിട്ടുണ്ട് ആരെങ്കിലും? അതേപോലെ ഇങ്ങനെ കുറച്ചധികം തന്നെ മണ്ണ് വെട്ടിയിടണം. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഈ ഇതിൻ്റെ കടയ്ക്ക് കൊണ്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒലിച്ച് പോകും 4 ഭാഗത്തേക്ക് വിട്ടാൽ. പിന്നെ കോഴികൾ അങ്ങോട്ട് ചിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണ് വെച്ചെങ്കിൽ നമുക്ക് കറിവേപ്പിനെ നല്ല ഇതിൽ തന്നെ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ കുറച്ചുകൊണ്ട് നീളം വെച്ച് പോയ കാരണം ഒരു ഇല കിട്ടണമെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു കമ്പ് കെട്ടിയിട്ടൊന്ന് ഞാത്തി കൊടുത്താൽ നമുക്ക് ഇല കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ഞാൻ ആ മുൻവശത്ത് പോയിട്ടുള്ള ആ വേപ്പുണ്ടല്ലോ ആകുമ്പോൾ പോയിട്ടാട്ടോ ഞാൻ ഇലയൊക്കെ പൊട്ടിക്കുക. അപ്പോൾ കഴിയുന്നതും അങ്ങനെ വാങ്ങാറില്ല. എന്നാലും നല്ല വേപ്പിൻ്റെ ഇല കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഇതാട്ടാ. അപ്പോൾ ഞാൻ വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ മുൻവശത്ത് നമ്മളെ അന്ന് ഞാൻ ചകിരി കമിഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങ പൊളിച്ച് കഴിഞ്ഞപ്പോൾ. അത് നനഞ്ഞിങ്ങനെ കുതിർന്നിരിക്കുക കേട്ടാ. അപ്പം അതിൽ നിന്ന് ഞാൻ 2 വെള്ളിക്കൊട്ട ചകിരി വേണ്ടി വന്നിട്ടാ. അപ്പോൾ ആ മണ്ണ് കൂട്ടിയത് ഇങ്ങനെ ഇതേപോലെ ഒരു ചെറിയ തട ഉണ്ടാക്കി കൊടുക്കുക കേട്ടാ. പിന്നെ ഇങ്ങനെ താഴത്തുനിന്ന് ആദ്യം വെച്ച് തുടങ്ങുക ഇങ്ങനെ ചകിരി. അപ്പോൾ വേപ്പിൻ ചോട്ടിൽ ഇതേപോലെ ഇങ്ങനെ ചകിരി കഴുത്തി കൊടുത്താൽ പിന്നെ ചകിരി ഉണ്ടല്ലോ, ഇനിയിപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഈ ചകിരി ഇങ്ങനെ നനഞ്ഞ് കുതിർന്നാൽ വേപ്പിൻ്റെ കടയ്ക്ക് നല്ല തണവാകും കേട്ടോ. വേപ്പിന് നല്ല തണവ് കിട്ടും ചെയ്യും. ഈ ചൂട് കിട്ടും. ചൂട്ടിൽ നിന്ന് നമ്മളെ വേപ്പിനെ സംരക്ഷിച്ച് നിർത്താൻ ഈ ചകിരി ഇതേപോലെ കയറ്റി കൊടുക്കുമ്പോൾ നല്ലതാണ് കേട്ടോ. എന്നിട്ട് വേപ്പ് പിടിക്കാത്ത ആളുകളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഒരു വേപ്പും തൈയൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിച്ച് ആക്കൊന്ന് വളർന്ന് വന്നാൽ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ നമ്മൾ ഈ കഞ്ഞിര വെള്ളം ഉണ്ടല്ലോ, കുറച്ച് കഞ്ഞിര വെള്ളമൊക്കെ ഒന്ന്
ഡൈലൂട്ട് ചെയ്തിട്ടൊക്കെ ചെറിയ ഇതിനൊക്കെ ഇട്ടാൽ മറ്റേനെ ഡൈലൂട്ടൊന്നും ചെയ്യേണ്ട വലുതിന് പുളിപ്പിച്ച കഞ്ഞിര വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ എത്ര തൂമ്പെടുക്കാത്ത നമ്മളെ കറിവേപ്പിന് നമുക്ക് നന്നായിട്ട് നമുക്ക് പരിപാലിച്ച് സംരക്ഷിച്ചെടുക്കാൻ പറ്റൂട്ടോ. അപ്പോൾ 2 വള്ളിക്കൊട്ട ചകിരിയാണ് കേട്ടോ ഇതിന് വേണ്ടതെന്ന്. ഇനി നമുക്ക് എന്തെങ്കിലും കഞ്ഞിര വെള്ളം എന്തെങ്കിലും മീൻ കഴുകിയ വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ.